കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും അവർ ആദിയുടെ വീട്ടിലേക്ക് ചെന്നിരുന്നു. അവൾ അപ്പുവിനെ കാണാൻ അകത്തേക്ക് കയറിയെങ്കിലും വാതിൽ അടച്ചിട്ടിരിക്കുകയായിരുന്നു. അവൾ സംശയത്തോടെ ആദിയുടെ മുഖത്തേക്ക് നോക്കി. അവനൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് തൻ്റെ കയ്യിലുണ്ടായിരുന്ന കീ എടുത്ത് വാതിൽ തുറന്നു. അവരൊക്കെ എവിടെ? അവൾ അകത്തേക്ക് കയറാതെ പുറത്തു തന്നെ നിന്നുകൊണ്ട് സംശയത്തോടെ അവനോട് ചോദിച്ചു. അവരൊക്കെ പുറത്തു പോയതാ, കുറച്ച് കഴിയുമ്പോൾ വരും, നീ കയറി വാ. അവൻ അവളെ നോക്കി പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി. എന്നാൽ അവൾ അപ്പോഴും പുറത്ത് തന്നെ നിൽക്കുകയായിരുന്നു. ആമി, ഞാൻ പറഞ്ഞത് നീ കേട്ടില്ലേ? അകത്തേക്ക് കയറി വരാൻ. അവൻ കുറച്ച് ദേഷ്യത്തോടെ തന്നെ അവളോട് പറഞ്ഞു. വേണ്ട, ഞാൻ അവരൊക്കെ വന്നിട്ട് വരാം. അതും പറഞ്ഞ് അവൾ അവിടെ തന്നെ നിന്നു. അവനാകെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ഒന്നാമത് കുറച്ച് നാളായി അവൾ തന്നെ അകറ്റുന്നത് പോലെ അവന് തോന്നി. ഓഫീസിൽ വെച്ച് അവളോട് ഒന്നും സംസാരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് വീട്ടിൽ ആരുമില്ലാത്ത സമയം നോക്കി അവളെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. എന്നിട്ട് ഇവിടെ വന്നപ്പോൾ പെണ്ണകത്തേക്ക് കയറാതെ പുറത്തു തന്നെ നിൽക്കുന്നു. അത് കണ്ടതും അവനിൽ പഴയ ആദിയുടെ സ്വഭാവം ഉടലെടുത്തു. അവൻ ദേഷ്യത്തോടെ അവളെ നോക്കി. അവൻ്റെ ദേഷ്യഭാവം കണ്ട് അവൾക്ക് ചെറിയൊരു പേടി തോന്നിയെങ്കിലും ധൈര്യം സംഭരിച്ചുകൊണ്ട് തന്നെ അവൾ അവിടെ തന്നെ നിന്നു. അവൻ അവളുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ കയ്യിൽ പിടിച്ച് അകത്തേക്ക് കയറ്റി. സർ, എന്തായി കാണിക്കുന്നത്? അവൾ ദേഷ്യത്തോട് ചോദിച്ചു. ഷ്, മിണ്ടരുത്. അവൻ ചൂണ്ടുവിരൽ തൻ്റെ ചുണ്ടിൽ വെച്ചുകൊണ്ട് അവളോട് പറഞ്ഞു. സാറിന് എന്താ വേണ്ടത്? എന്താ സാറിൻ്റെ പ്രശ്നം? അത് തന്നെയാ എനിക്ക് നിന്നോടും ചോദിക്കാനുള്ളത്. എന്താ നിൻ്റെ പ്രശ്നം? ഞാൻ താഴ്ന്നു തരുന്നത് കൊണ്ടാണോ നീ എൻ്റെ തലയിൽ കയറി നിരങ്ങാൻ നോക്കുന്നത്? ദേ, എൻ്റെ സ്വഭാവം നിനക്ക് ശരിക്കും അറിയില്ല പെണ്ണേ. അവനും ദേഷ്യത്തോടെ പറഞ്ഞു. ഞാൻ എന്ത് ചെയ്തെന്നാ സാറി പറയുന്നേ? ഞാൻ ആരെയും ഒന്നും ചെയ്തിട്ടില്ല. സാറിൻ്റെ കമ്പനിയിൽ എനിക്ക് ജോലി തന്നിട്ടുണ്ടെങ്കിൽ ശമ്പളം തരുന്നതിന് കറക്റ്റായിട്ട് ഞാൻ പണിയെടുക്കുന്നുണ്ട്. അവൾക്കാകെ ദേഷ്യവും സങ്കടവും വന്നിരുന്നു. അവൾ ദേഷ്യത്തോടെ തന്നെ അവനോട് പറഞ്ഞു. ഞാൻ നിന്റെ ജോലിക്കാര്യം ചോദിക്കാനോ പറയാനോ അല്ല നിന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത്. അത് കേട്ട് അവൻ തിരികെ പറഞ്ഞു. അവൾക്ക് എന്തിനാ അവൻ കൊണ്ടുവന്നതെന്ന് നന്നായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒന്നും മിണ്ടാതെ അവൾ അവനെ നോക്കി. നീ എത്ര ദിവസമായി എന്നോട് സംസാരിച്ചിട്ടെന്ന് നിനക്കറിയോ? എൻ്റെ അടുത്തേക്കൊന്ന് വന്നിട്ട് എത്ര ദിവസമായെന്നറിയോ? എന്നെ ഇത്രയ്ക്ക് അകറ്റി നിർത്താൻ മാത്രം ഞാൻ എന്ത് തെറ്റാടി നിന്നോട് ചെയ്തത്? നിന്നെ സ്നേഹിച്ചതാണോ ഞാൻ ചെയ്ത തെറ്റ്? അതോ നിന്നെ കെട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ചതോ? അതാണോ തെറ്റ്? അവൻ ദേഷ്യത്തോടെ അതിലുപരി വിഷമത്തോടെയും അവളോട് ചോദിച്ചു. അവൻ ചോദിച്ചതിന് ഒരു മറുപടി പറയാനും അവൾക്കില്ലായിരുന്നു. ഞാൻ സാറിനോട് പറഞ്ഞതല്ലേ എന്നെ വെറുതെ വിട്ടേക്കാൻ? എന്നെ സ്നേഹിക്കേണ്ടെന്ന് ഞാൻ സാറിനോട് പറഞ്ഞതല്ലേ? ഞാനൊരു വിധവയാ. എന്നെപ്പോലൊരു രണ്ടാം കെട്ടുകാരി അല്ല സാറിന് ചേരുന്നത്. സാറിനെപ്പോലെ ഇത്രയും വലിയ സ്ഥാപനത്തിൻ്റെ ഉടമയ്ക്ക് ഒരു രണ്ടാം കെട്ടുകാരി അല്ല ഭാര്യയായി വരേണ്ടത്. അവൾ ദേഷ്യത്തോടെയും വിഷമത്തോടെയും അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൻ അവളുടെ കവളിൽ ആഞ്ഞടിച്ചു. പെട്ടെന്ന് പ്രതീക്ഷിക്കാതെയുള്ള അവൻ്റെ ആ പ്രവൃത്തിയിൽ അവൾ താഴേക്ക് വീണു. കവളിൽ കൈവച്ചുകൊണ്ട് നിറഞ്ഞ മെഴികളോടെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ അവളുടെ അടുത്ത് നിലത്ത് മുട്ടുകുത്തിയിരുന്നു. അവളുടെ കയ്യിൽ പിടിച്ച് അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചു. ഞാൻ നിന്നോട് ഒരു തവണ പറഞ്ഞതാ ആ വാക്ക് എൻ്റെ മുൻപിൽ പറയരുതെന്ന്. എനിക്കത് കേൾക്കാൻ ഇഷ്ടമല്ലാത്തതാണെന്ന് ഞാൻ എത്ര തവണ നിന്നോട് പറഞ്ഞിട്ടുള്ളതാ. നീ എങ്ങനെയാണെന്നും എന്താണെന്നും ഒക്കെ അറിഞ്ഞിട്ടാടി ആദ്യം നിന്നെ സ്നേഹിച്ചത്. എനിക്ക് അത്ര ഇഷ്ടം തോന്നിയതുകൊണ്ടാ ഇപ്പോഴും ഞാൻ നിൻ്റെ പുറകെ നടക്കുന്നത്. നീ എന്നെ അംഗീകരിച്ചില്ലെങ്കിലും വേണ്ടിയില്ല. എന്തിനും നീ എന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നത്? നിനക്കെന്നെ ഭയമാണോ ആമി? എന്നെ സ്നേഹിച്ചു പോകുമോ എന്നുള്ള പേടിയാണോ നിനക്ക്? അതുകൊണ്ടാണോ നീ എന്നോട് മിണ്ടാത്തത്, എൻ്റെ അടുത്തേക്ക് വരാത്തത്? എൻ്റെ സാന്നിധ്യം നിനക്ക് പേടിയാണല്ലേ? ദേഷ്യത്തോടെയും വിഷമത്തോടെയും അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവൾ മറുപടി ഒന്നും പറയാതെ അവനെ നോക്കി. എനിക്ക് നിന്നെ വേണോ ആമി? അങ്ങനെ നിന്നെ വിട്ടുകൊടുക്കാൻ എനിക്ക് കഴിയില്ല. പറയടി, നിനക്കെന്നെ ഇഷ്ടമാണോ? അവൻ ദേഷ്യത്തോടെ അവളുടെ കൈത്തണ്ടയിൽ പിടിച്ച് അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചു. അവളുടെ കവളിൽ അവൻ്റെ 5 വിരലും ചുവന്ന് തിണുത്ത് കിടന്നിരുന്നു. അത് കണ്ടതും അവന് വല്ലാത്ത സങ്കടവും ദേഷ്യവും ഒക്കെ തോന്നി. അവൻ പതിയെ അവൻ്റെ വലതു കൈ ഉപയോഗിച്ച് അവളുടെ കവളിലൊന്ന് തലോടി. അവൾ പെട്ടെന്ന് എരിവ് വലിച്ചു. അവൾക്ക് നന്നായിട്ട് വേദനിച്ചിട്ടുണ്ടെന്ന് അവന് മനസ്സിലായി. സോറി, അവൻ അവളോട് പറഞ്ഞു. അതിനും അവൾ മറുപടിയൊന്നും പറഞ്ഞില്ല. പറയാമേ, നിനക്ക് എന്നെ ഇഷ്ടമാണോ? അവൻ വീണ്ടും അവളോട് ചോദിച്ചു. സർ, പ്ലീസ് എന്നെ ഒന്ന് വെറുതെ വിടുവോ? ഞാൻ നിങ്ങളോട് ആരോടും ഒന്നും ചെയ്തിട്ടില്ല, ഒരു ശല്യത്തിനും വന്നിട്ടില്ല. പിന്നെ എന്തിനാ എന്നെ ഇങ്ങനെ എല്ലാവരും കൂടി വേദനിപ്പിക്കുന്നേ? എനിക്ക് സാറിനെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ തീരുമോ സാറിൻ്റെ പ്രശ്നം? അവൾ ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അങ്ങനെ നീ പറയല്ലേടി ആമി. അത് കേട്ടതും അവൻ്റെ കണ്ണുകൾ എന്തിനോ നിറഞ്ഞു. അവൾ തന്നെ ഒരിക്കലും സ്നേഹിക്കില്ല എന്ന് വരെ ആദിക്ക് ഒരു നിമിഷം തോന്നി. അവൻ പെട്ടെന്ന് അവളുടെ അടുത്തു നിന്നും എഴുന്നേറ്റു. അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ആമിക്ക് ആകെ എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയായിരുന്നു. അവന് ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ അതിന് തനിക്കൊരു ഉത്തരമില്ല. ഇഷ്ടമല്ലേ എന്ന് ചോദിച്ചാൽ അതിനും ഒരു ഉത്തരം കണ്ടെത്താൻ അവൾക്ക് സാധിക്കുന്നില്ല. നീ എഴുന്നേക്ക്, ഞാൻ നിന്നെ ഹോസ്റ്റലിൽ കൊണ്ടാക്കാം. അവൻ അവളെ നോക്കാതെ തിരിഞ്ഞു നിന്നുകൊണ്ട് പറഞ്ഞു. പിന്നെ എന്തിനാ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നേ? അപ്പൂനെന്നെ കാണണമെന്ന് പറഞ്ഞതുകൊണ്ടല്ലേ ഞാൻ വന്നത്. അവൾ പരാതി പോലെ അവനോട് പറഞ്ഞു. ഓഫീസിൽ വെച്ച് ഒരുപാട് തവണ ഞാൻ നിന്നോട് സംസാരിക്കാൻ നോക്കിയതാ, പക്ഷേ എനിക്കതിന് കഴിഞ്ഞില്ല.
അപ്പവും അമ്മയും കൂടി ഷോപ്പിങ്ങിന് പോകുവാണെന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു. നിന്നോട് സ്വാതന്ത്ര്യമായിട്ടൊന്ന് സംസാരിക്കാമെന്ന് കരുതിയാ കള്ളം പറഞ്ഞ് നിന്നെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. അവൻ മറുപടി പറഞ്ഞതും അവൾ ഒന്നും തന്നെ മിണ്ടിയില്ല. വാ, ഹോസ്റ്റലിൽ കൊണ്ടാക്കാം, അവൻ പറഞ്ഞതും അവൾ അവൻ്റെ ഒപ്പം ഇറങ്ങി. കാറിൽ വെച്ച് അവർ ഇരുവരും ഒന്നും സംസാരിച്ചില്ല. അവനവളെ ഹോസ്റ്റലിലാക്കിയതിനു ശേഷം ഒന്നും പറയാതെ തന്നെ അവിടെ നിന്നും കാറെടുത്തു പോയി. അവൻ പോകുന്നത് നോക്കി അവൾ അവിടെ തന്നെ നിന്നു. സാധാരണ താനാണ് തിരിഞ്ഞു നോക്കാതെ ഹോസ്റ്റലിലേക്ക് കയറിപ്പോകുന്നത്. താൻ ഹോസ്റ്റലിലേക്ക് കയറി പോകുന്നത് വരെയും അവൻ കാറിലിരിക്കും. എന്നാൽ ഇന്ന് അതൊന്നും തന്നെ സംഭവിച്ചിരുന്നില്ല. അവൾ ചെന്നപ്പോൾ സാന്ദ്ര റൂമിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. ഫെലിക്സിന് കുറച്ച് ദിവസമായി ചെറിയൊരു മാറ്റമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും പുറത്തേക്ക് പോയതായിരിക്കുമെന്ന് ആമിക്ക് തോന്നി. ഫെലിക്സിന് പെട്ടെന്ന് മാറാൻ കഴിഞ്ഞു. പക്ഷെ എന്തുകൊണ്ട് തനിക്കാകുന്നില്ല? ഫെലിക്സിനെ ഋതു ചതിച്ചിട്ട് പോയതാ. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം അവന് പെട്ടെന്നെല്ലാം മറക്കാൻ സാധിച്ചത്. പക്ഷെ തനിക്ക് അങ്ങനെയല്ലല്ലോ. തൻ്റെ ഇച്ഛായൻ തന്നെ ചതിച്ചിട്ടല്ലല്ലോ പോയത്. അവസാന നിമിഷം വരെ തന്നെ പ്രാണനെപ്പോലെ സ്നേഹിച്ചിട്ടല്ലേ. അതോർത്ത് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഈ മാസത്തിൽ പലപ്പോഴും ആദിയുടെ അടുത്ത് തൻ്റെ മനസ്സ് പതറിപ്പോയിരുന്നു. എങ്കിലും അത് നിയന്ത്രിക്കാൻ താൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇനിയും താൻ ഇവിടെ നിന്നാൽ അത് ആദി സാറിനെ ഒരുപാട് വേദനിപ്പിക്കുകയുള്ളൂ. കൊണ്ട് അതിനൊരു തീരുമാനം ഉണ്ടാക്കണം. അവൾ മനസ്സിൽ എന്തോ ചിന്തിച്ചതുപോലെ സ്വയം പറഞ്ഞു. കുറച്ച് നിമിഷം കഴിഞ്ഞതും സാന്ദ്ര അങ്ങോട്ടേക്ക് വന്നു. അവൾ വന്നപ്പോഴും ആമി കിടന്നിരുന്നു. അവൾ അകത്തേക്ക് കയറിയതും ആമി കട്ടിലിൽ നിന്നും എഴുന്നേറ്റു. എന്തു പറ്റി ചേച്ചിക്ക്? തലവേദനയുണ്ടോ? അവൾ സംശയത്തോടെ ആമിയുടെ അടുത്തേക്ക് വന്നിരുന്നു കൊണ്ട് ചോദിച്ചതും ആമിയുടെ കവളിൽ ആരോ അടിച്ചിരിക്കുന്ന പാടാണ് കണ്ടത്. അയ്യോ, ഇതെന്താ ചേച്ചി? അവൾ സംശയത്തോടെ ആമിയോട് ചോദിച്ചതും ആമിയുടെ കണ്ണുകൾ നിറഞ്ഞു. എന്താ ചേച്ചി, എന്താ പറ്റിയേ? കാര്യം പറ. സാന്ദ്ര അവളോട് ചോദിച്ചതും അവൾ ഉണ്ടായ കാര്യങ്ങളൊക്കെ സാന്ദ്രയോട് പറഞ്ഞു. അതിനാ സാറാ ചേച്ചി ഇങ്ങനെ അടിക്കേണ്ട കാര്യമുണ്ടായിരുന്നോ? അവൾ ചോദിച്ചതും ആമി ഒന്നും തന്നെ മിണ്ടിയില്ല. സാരമില്ല, സാറിൻ്റെ ദേഷ്യം കൊണ്ടാകും. ഫെലിക്സ് ഇപ്പോൾ ഹോസ്റ്റലിൽ ചെന്ന് കാണുമോ? അവൾ സംശയത്തോടെ സാന്ദ്രയോട് ചോദിച്ചതും അവൾ കാണുമെന്നുള്ള അർത്ഥത്തിൽ തലകുലുക്കി. എന്താ ചേച്ചി? അവൾ സംശയത്തോട് ചോദിച്ചതും ആമി തൻ്റെ മനസ്സിലുള്ള കാര്യം സാന്ദ്രയോട് പറഞ്ഞു. അത് വേണോ ചേച്ചി? ആമി പറയുന്നത് കേട്ടതും സാന്ദ്ര വിഷമത്തോടെ അവളോട് ചോദിച്ചു. വേണം സാന്ദ്ര, അതാണ് എനിക്കും ആദി സാറിന് നല്ലത്. എന്നെ വിവാഹം കഴിച്ച് ഇല്ലാതാക്കി കളയേണ്ടതല്ല ആദി സാറിൻ്റെ ജീവിതം. അവൾ പറഞ്ഞതും സാന്ദ്ര പിന്നെ മറുപടിയൊന്നും പറഞ്ഞില്ല. ആമി തൻ്റെ ഫോണും എടുത്ത് പുറത്തേക്ക് നടന്നു. 2 ദിവസത്തിന് ശേഷം പനിയാണെന്നും പറഞ്ഞ് ആമി ലീവ് എടുത്തു. സാന്ദ്രയും അന്ന് ഓഫീസിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. അവൾക്ക് നല്ല പനി ആയതുകൊണ്ടായിരിക്കാം സാന്ദ്രയും ഓഫീസിലേക്ക് വരാത്തതെന്ന് ആദിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ അവളെ ചെന്ന് കാണാൻ ആദി തീരുമാനിച്ചു. താൻ അവളെ തല്ലിയത് അവൾക്ക് നന്നായി വിഷമം വന്നിട്ടുണ്ടെന്ന് അവന് മനസ്സിലായിരുന്നു. അതായിരിക്കും അവളുടെ പനിയുടെ കാരണമെന്നും അവൻ മനസ്സിൽ ചിന്തിച്ചു. അവൻ നേരെ അവരുടെ ഹോസ്റ്റലിലേക്കാണ് പോയത്. ആമിയുടെ ഫോണിലേക്ക് വിളിച്ചതും അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് പറഞ്ഞു. അത് കേട്ടതും അവൻ സാന്ദ്രയുടെ ഫോണിലേക്ക് കോൾ ചെയ്തു. സാന്ദ്രയ്ക്ക് അവനോട് എന്ത് മറുപടി പറയണമെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ അവൻ 2-3 തവണ വിളിച്ചിട്ടും അവൾ കോൾ എടുത്തില്ല. അവളും ഫോൺ എടുക്കാഞ്ഞതും ആദ്യം ഹോസ്റ്റലിൻ്റെ മുൻപിൽ നിന്നുകൊണ്ട് തന്നെ ഹോസ്റ്റൽ നമ്പറിലേക്ക് വിളിച്ചു. ആമിയെ ചോദിച്ചെങ്കിലും ആമി അവിടെ ഇല്ല എന്നവർ മറുപടി പറഞ്ഞു. സാന്ദ്രയോട് സംസാരിച്ചാൽ മതിയെന്ന് അവൻ പറഞ്ഞതും അവർ സാന്ദ്രയെ വിളിപ്പിച്ചു. അവൻ ഹോസ്റ്റലിലേക്ക് നേരിട്ട് ഫോൺ വിളിച്ചതുകൊണ്ട് തന്നെ അവൾക്ക് ഫോൺ കോൾ അറ്റൻഡ് ചെയ്യാതിരിക്കാൻ സാധിച്ചില്ല. സാൻഡ്ര, ഞാൻ പുറത്തുണ്ട്, താനൊന്ന് പുറത്തേക്ക് വന്നേ. അവൻ വിളിച്ചതും അവൾ എന്തു മറുപടി പറയണമെന്നറിയാതെ അവൻ്റെ അടുത്തേക്ക് ചെന്നു. ഞാൻ വിളിച്ചിട്ട് താനെന്താ ഫോൺ എടുക്കാഞ്ഞേ? അവളെ കണ്ടപാടെ അവൻ ചോദിച്ചു. അത് സർ, ഞാൻ കുളിക്കുകയായിരുന്നു. സാറ് ഫോൺ വിളിച്ചത് ഞാൻ കേട്ടില്ല. അവൾ അവനെ നോക്കി മറുപടി പറഞ്ഞു. ആമിക്ക് പനി എങ്ങനെയുണ്ട്? ഞാൻ ആമിയെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ. അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു. അത് സർ, അവൾ എന്തു പറയണമെന്നറിയാതെ കുഴഞ്ഞു. ആമിക്ക് പുറത്തേക്ക് ഇറങ്ങി വരാൻ പറ്റുമെങ്കിൽ അവളെ ഒന്ന് വിളിക്കാവോ? അവൻ വീണ്ടും സാന്ദ്രയോട് ചോദിച്ചതും അവൾ എന്ത് മറുപടി പറയണമെന്നറിയാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. എന്താ സാന്ദ്ര, താനെന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? ആമി എവിടെ? അവൻ വീണ്ടും അവളോട് ചോദിച്ചു. അത് സർ, ആമി ചേച്ചി ഇവിടുന്ന് പോയി. അവൾ പറഞ്ഞതും അവൻ ഞെട്ടി. ആമി പോയെന്നോ? എവിടേക്ക്? അവൻ വിശ്വസിക്കാൻ പറ്റാത്ത വിധം അവളോട് ചോദിച്ചു. ചേച്ചിക്ക് നാട്ടിൽ പോകണമെന്ന് പറഞ്ഞു. ഇവിടെ നിൽക്കാൻ താല്പര്യമില്ലാന്ന് ഫെലിക്സ് ഏട്ടനോട് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് ടിക്കറ്റ് എടുത്ത് പോയതാ. എയർപോർട്ടിൽ നിന്നും പോകുന്നത് വരെ സാറിനെ അറിയിക്കരുതെന്നും എന്നോട് പറഞ്ഞിരുന്നു. 2 മണിക്കാണ് ഫ്ലൈറ്റ്. ഇപ്പോൾ ഫ്ലൈറ്റിൽ കയറി കാണുമായിരിക്കും. സാന്ദ്ര പറഞ്ഞതും അവൻ അവളോട് മറുപടി ഒന്നും പറയാതെ പെട്ടെന്ന് തന്നെ കാറിലേക്ക് കയറി. അവനാകെ ദേഷ്യവും സങ്കടവും ഒക്കെ വരുന്നുണ്ടായിരുന്നു. അവൻ ഡ്രൈവിങ്ങിനിടയിൽ ഫെലിക്സിനെ വിളിച്ചെങ്കിലും അവൻ കോൾ അറ്റൻഡ് ചെയ്തിരുന്നില്ല. ആമി പറഞ്ഞതുകൊണ്ട് മനഃപൂർവ്വം തൻ്റെ കോൾ എടുക്കാത്തതാണെന്ന് അവന് മനസ്സിലായി. എങ്ങനെയോ അവൻ എയർപോർട്ടിലെത്തി. അപ്പോഴേക്കും സമയം 2:30 കഴിഞ്ഞിരുന്നു. അവൾ പോയി കാണുമെന്നാണ് അവൻ കരുതിയത്. എങ്കിലും ഒന്ന് അന്വേഷിച്ച് നോക്കാമെന്ന് കരുതി അവൻ അവിടെ ചോദിച്ചപ്പോഴാണ് ഫ്ലൈറ്റ് 1 മണിക്കൂറും കൂടി ലേറ്റാണെന്ന് മനസ്സിലായത്. അവൻ പെട്ടെന്ന് തന്നെ സ്പെഷ്യൽ പാസ് എടുത്ത് അകത്തേക്ക് കയറി. അവൻ ചുറ്റിനും നോക്കിയതും ഒരു കസേരയിൽ ആകെ വിഷമിച്ചിരിക്കുന്ന ആമയാണ് കണ്ടത്. അത് കണ്ടതും തേടി വന്നതെന്തോ കിട്ടിയതുപോലെ ആശ്വാസത്തോടെ അവളുടെ അടുത്തേക്ക് നടന്നു.
ആമി. അവനവളുടെ മുൻപിലേക്ക് ചെന്ന് നിന്നുകൊണ്ട് വിളിച്ചതും പരിചിതമായി അവൻ്റെ ശബ്ദം കേട്ട് അവൾ ഞെട്ടി മുൻപിലേക്ക് നോക്കി. ഷർട്ടൊക്കെ വല്ലാതെയായി, മുടിയൊക്കെ അലസമായി, ആകെ ക്ഷീണിതമായ മുഖമായിരുന്നു അവന്. അവനെ കണ്ടതും ആമി ഞെട്ടി അവിടെ നിന്നും എഴുന്നേറ്റു. ആദ്യം തൻ്റെ മുൻപിൽ വന്ന് നിൽക്കുന്നുവെന്ന് അവൾക്ക് വിശ്വസിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല. അവനെ അറിയിക്കരുതെന്ന് കരുതിയിട്ടാണ് അവനോട് പോലും പറയാതെ അവിടെ നിന്നും പോയത്. ഷോക്കായിപ്പോയി അല്ലേ? എന്നെ നീ ഒട്ടുകൂടെ പ്രതീക്ഷിച്ചില്ല അല്ലേ? അവൻ പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. ഞാൻ തല്ലിയതുകൊണ്ടാണോ എന്നോട് പറയാതെ നീ നാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചത്? അവൻ ചോദിച്ചതും അവൾ യാന്ത്രികമായി അല്ല എന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി തലയാട്ടി. പോകുന്നതിന് മുമ്പ് എന്നോടൊരു യാത്ര പോലും പറയാത്ത വിധം എന്നെ നീ വെറുത്തു പോയോടി? അവൻ വീണ്ടും അവളോട് ചോദിച്ചതും അവൾ വിങ്ങി. നിനക്ക് പനിയാണെന്ന് കേട്ടപ്പോൾ നെഞ്ചിലൊരു ആവലാതി പോലെ തോന്നി. നിന്നെ ഒന്ന് വന്ന് കാണാമെന്ന് കരുതിയാ ഹോസ്റ്റലിലേക്ക് ചെന്നത്. അവിടെ ചെന്നപ്പോഴാണ് സാന്ദ്ര കാര്യങ്ങളൊക്കെ പറഞ്ഞേ. അപ്പോൾ പോലും അവളൊന്നും പറഞ്ഞില്ല. എൻ്റെ കോള് പോലും എടുക്കാൻ അവൾ തയ്യാറായിരുന്നില്ല. ലാസ്റ്റ് ഹോസ്റ്റൽ നമ്പറിലേക്ക് വിളിച്ചിട്ടാ ഞാൻ അവളെ നേരിട്ട് കണ്ടത്. നിൻ്റെ ഫ്രണ്ട് പോലും എന്നോടൊന്നും പറഞ്ഞില്ല. ഞാൻ വിളിച്ചിട്ട് ഫെലിക്സ് ഇതുവരെ ഫോൺ എടുത്തില്ല. തിരിച്ചു വിളിച്ച് ഞാൻ എന്തിനാ വിളിച്ചതെന്ന് പോലും ചോദിച്ചില്ല. ഇതിനോടകം അവൻ അറിഞ്ഞു കാണും. എൻ്റെ അടുത്ത് നിന്ന് നാട് വിട്ട് പോകാൻ മാത്രം വെറുപ്പായോടി നിനക്കെന്നോട്? അവൻ വീണ്ടും ദയനീയമായി അവളോട് ചോദിച്ചതും അവൾക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നല്ലാതെ ഒന്നും മിണ്ടിയില്ല. ഇത്രയും മാസങ്ങൾക്കിടയിൽ എപ്പോഴെങ്കിലും ഒരു ദിവസമെങ്കിലും നീ എന്നെ മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതി. ഓരോ ദിവസവും ഞാൻ എഴുന്നേൽക്കുമ്പോൾ നീ എന്നെ ഒന്ന് മനസ്സിലാക്കണേ, എന്നോട് നിനക്കൊരു ചെറിയ ഇഷ്ടമെങ്കിലും തോന്നണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ കട്ടിലിൽ നിന്നും എഴുന്നേൽക്കുന്നത്. പക്ഷേ എനിക്കിപ്പോഴാണ് മനസ്സിലായത്, എനിക്ക് തെറ്റുപറ്റിപ്പോയി ആമി. നീ എന്നെങ്കിലും ഒരിക്കലും എന്നെ മനസ്സിലാക്കുമെന്ന് കരുതി. ഇത്രയും മാസത്തിനിടയ്ക്ക് എപ്പോഴെങ്കിലും നീ എന്നെ... പക്ഷെ എനിക്ക് തെറ്റുപറ്റി. ഒരു പക്ഷേ നിനക്കെന്നോട് ഈ മാസത്തിൽ എപ്പോഴെങ്കിലും ഇഷ്ടം തോന്നിയിട്ടുണ്ടെങ്കിൽ പോലും അത് നീ എന്നോട് പറയില്ല. കാരണം നിൻ്റെ മനസ്സ് മുഴുവൻ അപകർഷതാബോധമാണ്. അത് മാറാതെ നിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഉത്തരം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി നിന്നെ ഒരു നോട്ടം കൊണ്ട് പോലും ഞാൻ ശല്യം ചെയ്യില്ല. എനിക്ക് മതിയായി. എന്തെങ്കിലും ഒരിക്കൽ നിനക്ക് എന്നെ മിസ് ചെയ്യുമ്പോൾ ഞാനില്ലാതെ നിനക്ക് പറ്റില്ല എന്ന് തോന്നുവാണേ എൻ്റെ അടുത്ത് വരണം. നിനക്ക് വേണ്ടി ഞാനിവിടെ കാത്തിരിക്കും. അവൻ പറഞ്ഞതും അവളൊന്നും മിണ്ടിയില്ല. നീ മനസ്സിൽ വിചാരിക്കുന്നുണ്ടാകും ഞാൻ ഇങ്ങനെയൊക്കെ ഇപ്പോൾ പറയുന്നുണ്ടെങ്കിലും കുറച്ച് ദിവസങ്ങളൊക്കെ കഴിയുമ്പോൾ അല്ലെങ്കിൽ മാസങ്ങളൊക്കെ കഴിയുമ്പോൾ ഇതൊക്കെ ഞാൻ മറക്കുമെന്ന്, മറ്റൊരു പെണ്ണിനെ പറ്റി ഞാൻ ആലോചിക്കുമെന്ന്. ഒരിക്കലുമില്ല ആമി. എന്നെ ചതിച്ചിട്ട് പോയവൾക്ക് വേണ്ടി 4 വർഷം ഇല്ലാതാക്കിയവനാണ് ഞാൻ. എനിക്ക് 40 വർഷം നിനക്ക് വേണ്ടി ഇല്ലാതാക്കാനും പറ്റും. അവൻ പറഞ്ഞതും അവൾ ഞെട്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കി. എന്തായാലും വീട്ടിലേക്ക് പോകാൻ ടിക്കറ്റൊക്കെ എടുത്ത് ഇവിടെ വരെ എത്തിയതല്ലേ, പൊയ്ക്കോ. വീട്ടിൽ പോയി അമ്മയും അനിയത്തിയും ഒക്കെ കണ്ടിട്ട് വാ. ഒരിക്കലും ഇനി ഇങ്ങോട്ട് തിരിച്ചു വരില്ല എന്ന് ആലോചിക്കുന്ന നിമിഷം നീ എന്നെ ഓർക്കണം. നിനക്ക് വേണ്ടി കാത്തിരിക്കാൻ ഞാനിവിടെ ഉണ്ടെന്ന്. അവൻ പറഞ്ഞതും അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് അതൊക്കെ കേട്ട് നിന്നതല്ലാതെ മറുപടി ഒന്നും തന്നെ പറഞ്ഞില്ല. അവൻ അവളുടെ അടുത്തേക്ക് നടന്നു. അവൾ നിറഞ്ഞ മിഴികളോട് അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ കണ്ണുകൾ ചുവന്ന് നിറഞ്ഞിരിക്കുകയായിരുന്നു. അവൻ അവളുടെ മുഖം തൻ്റെ കരങ്ങളിലെടുത്തു. ഞാൻ തല്ലിയത് നിനക്ക് വേദനിച്ചിട്ടുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എല്ലാം കൊണ്ട് ദേഷ്യവും വിഷമവും ഒക്കെ വന്നപ്പോൾ അറിയാതെ പറ്റിപ്പോയതാ, സോറി. അതും പറഞ്ഞ് അവൻ ആദ്യം അവളുടെ അടിച്ച കവളിൽ തന്നെ ചുണ്ടുകൾ ചേർത്തു. അവളൊരു പാവ കണക്കേ നിന്നു. അവൻ അവിടെ നിന്നും അവളുടെ മറുകവളിലും ശേഷം നെറ്റിയിലും ചുംബിച്ചു. പോയിട്ട് വാ. അവൻ പറഞ്ഞതും അവളൊന്നും മിണ്ടിയില്ല. അപ്പോഴേക്കും അവളുടെ ഫ്ലൈറ്റിന് വേണ്ടിയുള്ള അനൗൺസ്മെൻറ്റ് വന്നു. അവൾ അങ്ങോട്ടേക്ക് നടന്നു പോകുന്നത് അവൻ അവിടെ നോക്കി നിന്നു. അവനിൽ നിന്നും മറയാൻ തുടങ്ങിയതും അവൾ തിരിഞ്ഞ് അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ അപ്പോഴും അതേ പുഞ്ചിരിയോടുകൂടി അവിടെ അവളെ നോക്കി നിൽക്കുകയായിരുന്നു.